BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. തെരുവ് നായ്ക്കളെ പൊതുയിടങ്ങളിൽ നിന്നും നീക്കണം, സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി. തെരുവ് നായ വിഷയത്തിൽ സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ബസ് സ്റ്റാൻഡ്, സ്പോർട്സ് കോംപ്ലക്സുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെയുള്ള പൊതുയിടങ്ങളിൽ നിന്നും തെരുവ് നായ്ക്കളെ നീക്കണമെന്നും ഷെൽട്ടറുകളിലേക്ക് മാറ്റണം എന്നുമാണ് ഉത്തരവ്. പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വന്ധ്യംകരണത്തിന് ശേഷം ഷെൽട്ടറിലേക്ക് മാറ്റണം. എവിടെ നിന്നാണോ തെരുവ് നായ്ക്കളെ പിടികൂടുന്നത് അവിടെ തുറന്നുവിടരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളും കോടതി മുന്നോട്ട് വച്ചു. ജസ്റ്റിസ് വിക്രം നാഥ്, സന്ദീപ് മെഹ്ത, NV അൻജാരിയ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ദേശീയപാതകൾ, മറ്റ് റോഡുകൾ, എക്സ്പ്രസ് വേകൾ എന്നിവിടങ്ങളിൽ നിന്നും അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ നീക്കണമെന്ന് കോടതി സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നോഡൽ അതോറിറ്റികളോട് നിർദ്ദേശിച്ചു. കന്നുകാലികളെയും മറ്റ് മൃഗങ്ങളെയും ഉൾപ്പെടുത്തി സംയുക്തവും ഏകോപിതവുമായ ഒരു ഡ്രൈവ് ഉടനടി ആരംഭിക്കണം. നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നത് ഉറപ്പാക്കുവാൻ ചീഫ് സെക്രട്ടറിമാരോട് ബെഞ്ച് നിർദ്ദേശിച്ചു. വീഴ്ചകൾക്ക് ഉദ്യോഗസ്ഥർ വ്യക്തിപരമായ ഉത്തരവാദിത്തം വഹിക്കേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കി. ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത സംവിധാനം വിശദീകരിച്ച് 8 ആഴ്ചയ്ക്കുള്ളിൽ ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ സുപ്രീം കോടതി സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു. തെരുവ് നായ്ക്കൾ കടക്കുന്നത് തടയുവാൻ ജില്ലാ ആശുപത്രികളും റെയിൽവേ സ്റ്റേഷനുകളും ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ സംരക്ഷണ വേലികൾ നിർമ്മിക്കണമെന്നും നിർദ്ദേശമുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് സ്ഥാപിക്കുവാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവം മുഖ്യപ്രതി പിടിയിൽ. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒരാൾ പിടിയിൽ. നെന്മിനി സ്വദേശി പ്രിഗിലേഷാണ് ഒളിവിൽ കഴിയുന്നതിനിടെ മുംബൈയിൽ നിന്നും പിടിയിലായത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തി ഇയാളെ വിദഗ്ധമായി പിടികൂടിയത്. പ്രിഗിലേഷിനെ മുംബൈയിൽ നിന്നും ഗുരുവായൂരിലേക്ക് എത്തിക്കുവാനുള്ള നടപടിക്രമങ്ങൾ ഇതിനകം ആരംഭിച്ചു. വ്യാപാരി മുസ്തഫയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഉൾപ്പെടെ പ്രധാനമായും ഇയാളുടെ പേര് പരാമർശിച്ചിരുന്നു. നിസാർ തുകയുടെ പേരിൽ സ്വന്തം സ്ഥലമടക്കം വ്യാപാരിയിൽ നിന്നും ഇയാൾ എഴുതി വാങ്ങിയിരുന്നു. കൂടാതെ ലക്ഷക്കണക്കിന് രൂപ പലിശയായി നൽകിയിട്ടും അതൊന്നും കണക്കിൽപ്പെടുത്താതെ വ്യാപാരിയെ ഇയാൾ നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. 20% നിരക്കിൽ കൊള്ളപ്പലിശ വാഗ്ദാനം ചെയ്തായിരുന്നു ഇയാൾ പണം പലിശയ്ക്ക് നൽകിയിരുന്നത്. വ്യാപാരിയുടെ ആത്മഹത്യയിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെയാണ് പോലീസ് നടപടി. പ്രിഗിലേഷിന്റെ വീടിന്റെ പൂട്ട് പൊളിച്ചു നടത്തിയ പോലീസ് പരിശോധനയിൽ വീട്ടിൽ നിന്നും 2 കാറുകളും മുദ്രപത്രങ്ങളും ആധാരങ്ങളും പിടിച്ചെടുത്തു. പണം പലിശയ്ക്ക് നൽകിയ ദിവേകിന്റെ വീട്ടിൽ നിന്നും മറ്റ് വ്യക്തികളുടെ RC ബുക്കുകളും സാമ്പത്തിക രേഖകളുമാണ് പോലീസ് കണ്ടെടുത്തത്. ഈ ഇടപാടുകളിൽ പോലീസ് അന്വേഷണം നടത്തും. ഒക്ടോബർ 10-നാണ് ഗുരുവായൂർ സ്വദേശി മുസ്തഫ ജീവനൊടുക്കിയത്. 6 ലക്ഷം രൂപ പലിശയ്ക്കെടുത്ത മുസ്തഫ 40 ലക്ഷത്തിലധികം രൂപ അടച്ചിട്ടും പലിശക്കാർ ഭീഷണി തുടരുകയായിരുന്നു. വെഞ്ഞാറമൂട്ടിൽ 16-കാരനെ കാണാതായി. തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ നിന്നും 16-കാരനെ കാണാതായി. കൊല്ലം അയത്തിൽ സ്വദേശി മുഹമ്മദ് സഹദിനെയാണ് കാണാതായത്. ഈ മാസം 2-ാം തീയതി വൈകിട്ടോടെയാണ് വെഞ്ഞാറമൂട്ടിൽ നിന്നും സഹദിനെ കാണാതായത്. സഹദ് മദ്രസ പഠനത്തിനായി വെഞ്ഞാറമൂടിൽ എത്തിയതാണ്. ഈ മാസം 2-ന് സഹപാഠിയുമായുള്ള തർക്കത്തെ തുടർന്ന് മദ്രസ അധ്യാപകൻ മുഹമ്മദ് സഹദിനെ തല്ലി എന്നാണ് കുടുംബം പറയുന്നത്. ഇതിൽ മനം നൊന്ത് ഇറങ്ങിപ്പോയെന്നാണ് കുടുംബത്തിന്റെ പരാതി. മുഹമ്മദ് സഹദിനായി പോലീസും ബന്ധുക്കളും തിരച്ചിൽ തുടരുകയാണ്. സാമൂഹിക മാധ്യമങ്ങൾ വഴി ഫോട്ടോ പ്രചരിപ്പിച്ചും അന്വേഷണം നടക്കുകയാണ്. വിദ്യാർത്ഥി പോകുവാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. മുഹമ്മദ് സഹദിനെ തിരിച്ചറിയുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 1800-425-2025 എന്ന നമ്പറിലോ ബന്ധപ്പെടണം എന്നാണ് അറിയിപ്പ്. എല്ലാ മുസ്ലിം വീടുകളിലും പോകും. മുസ്ലിം ഔട്ട്റീച്ച് പ്രോഗ്രാമുമായി BJP. മോദി സർക്കാരിന്റെ സബ്കാ സാത്ത് സബ്കാ വികാസ് സന്ദേശം പകർന്നു നൽകും. മുസ്ലിം ഔട്ട്റീച്ച് പ്രോഗ്രാമുമായി കേരള BJP മോദി സർക്കാരിന്റെ സബ്കാ സാത്ത് സബ്കാ വികാസ് സന്ദേശം പകർന്നു നൽകും. ഹജ്ജ് കർമ്മം പൂർത്തിയാക്കിയവരുടെ വീടുകളിൽ പ്രധാനമന്ത്രിയുടെ ആശംസ കാർഡുകൾ എത്തിക്കും. എല്ലാ മുസ്ലിം വീടുകളിലും പോകും. ലക്ഷ്യമിടുന്നത് ന്യൂനപക്ഷ സമൂഹത്തിൽ നിറച്ച വിഷവും തെറ്റിദ്ധാരണയും ഇല്ലാതാക്കുവാനാണ് നീക്കം. മുസ്ലിം സമുദായത്തിന് തങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ സംസ്ഥാനത്തെ എല്ലാ മുസ്ലിം വീടുകളും സന്ദർശിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ന്യൂനപക്ഷ സമൂഹങ്ങൾക്കിടയിൽ CPIM-ഉം കോൺഗ്രസും വിഷം നിറച്ചിരിക്കുന്നു. അതിലെ സത്യമെന്തെന്ന് ജനങ്ങളെ അറിയിക്കുകയാണ് ലക്ഷ്യം. ഈ പാർട്ടി എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും പാർട്ടി എന്ന് ബോധ്യപ്പെടുത്തുകയാണ്
മുസ്ലിം ഔട്ട്റീച്ചിലൂടെ ലക്ഷ്യമിടുന്നത്. രാഷ്ട്രീയമല്ല CPIM-ഉം കോൺഗ്രസും ചെയ്യുന്നതുപോലെ ജനങ്ങളെ വിഡ്ഢികളാക്കുവാനുമല്ല. വിശ്വാസം വളർത്തിയെടുക്കുവാൻ വേണ്ടി എല്ലാ മുസ്ലിം വീട്ടിലും ഈ ടീം പോകും. ചിലർ രാഷ്ട്രീയമാണെന്ന് പറയും. പക്ഷേ ഈ പ്രവർത്തനത്തിൽ BJPക്ക് ആത്മാർത്ഥതയുണ്ട്. 20 കൊല്ലമായി സൃഷ്ടിച്ച നുണ പൊളിക്കുകയാണ് പാർട്ടി ലക്ഷ്യമിടുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഹർജികൾ നവംബർ 11 പരിഗണിക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ നവംബർ 11 സുപ്രീംകോടതി പരിഗണിക്കും. വിവിധ സംസ്ഥാനങ്ങളിലെ SIR-നെതിരായ ഹർജികളാണ് പരിഗണിക്കുക. DMK-യുടെ ഹർജിയും ഇതിൽ ഉൾപ്പെടുന്നു. SIR നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുമ്പോൾ തമിഴ്നാടിന്റെയും പശ്ചിമബംഗാളിന്റെയും മാതൃകയിൽ നിയമപോരാട്ടം വേണം എന്നായിരുന്നു BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട്. അതേസമയം ബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പ്രഖ്യാപിച്ചതു മുതൽ ശക്തമായ പ്രതിഷേധ ആഹ്വാനം നടത്തിയ പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. ഇന്ന് ബംഗാൾ ഉൾപ്പെടെ 12 ഇടങ്ങളിൽ SIR പ്രക്രിയ ആരംഭിച്ച ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി മെഗാ റാലി സംഘടിപ്പിച്ചത്. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. അമേരിക്കയിൽ ഷട്ട്ഡൌൺ 37-ാം ദിവസം. വിമാന സർവീസുകൾ വെട്ടിക്കുറച്ച് അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ വിഭാഗം. ഷട്ട്ഡൌൺ 37-ാം ദിവസത്തിലെത്തുമ്പോൾ വിമാന സർവീസുകൾ വെട്ടിക്കുറച്ച് അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ വിഭാഗം. എയർ ട്രാഫിക് കൺട്രോളർമാർ കൂട്ടമായി അവധിയെടുക്കുന്നതിനെ തുടർന്നാണ് വിമാന സർവീസുകൾ വെട്ടിക്കുറയ്ക്കുവാനുള്ള തീരുമാനത്തിലേക്ക് ഏവിയേഷൻ വിഭാഗം എത്തിയത്. അന്താരാഷ്ട്ര സർവീസുകളെ ബാധിക്കില്ല എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. 40 പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലാണ് എയർ ട്രാഫിക് കൺട്രോളർമാരുടെ അപര്യാപ്തത മൂലം വിമാന സർവീസുകൾ വെട്ടിക്കുറയ്ക്കുവാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര സർവീസുകളെ നിയന്ത്രണം ബാധിക്കില്ല എന്ന് അറിയിച്ചെങ്കിലും ചില വിമാന കമ്പനികൾ അന്താരാഷ്ട്ര സർവീസുകളും ഉപേക്ഷിക്കുവാൻ സാധ്യതയുണ്ട്. നേരത്തെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തവർക്ക് മറ്റ് വിമാനങ്ങളിലേക്ക് ടിക്കറ്റ് മാറ്റുവാൻ സാധിക്കുമെന്നും അല്ലാത്തപക്ഷം പൂർണ്ണമായും ടിക്കറ്റ് തുക റീഫണ്ട് ചെയ്യുമെന്നും ഏവിയേഷൻ വിഭാഗം അറിയിച്ചു. നിയന്ത്രണം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. നിയന്ത്രണം ഏർപ്പെടുത്തിയ വിമാനത്താവളങ്ങളിൽ തിരക്കേറിയ വിമാനത്താവളങ്ങളുമുണ്ട്. ലോകത്തെ ഏറ്റവും തിരക്കുള്ള ജോർജിയയിലെ ഹാർട്ട്സ്ഫീൽഡ് ജാക്സൺ അറ്റ്ലാന്റ അന്താരാഷ്ട്ര വിമാനത്താവളവും നിയന്ത്രണം ഏർപ്പെടുത്തിയവയിൽ ഉൾപ്പെടും. ലോസ് ഏഞ്ചൽസ് അന്താരാഷ്ട്ര വിമാനത്താവളം, ചിക്കാഗോ ഓഹെയർ, ഡല്ലാസ് ഫോർട്ട് വർത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം, ഡെൻവർ ഇന്റർനാഷണൽ എന്നീ ലോകത്തെ ഏറ്റവും തിരക്കേറിയ 5 വിമാനത്താവളങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തിയവയിൽ ഉൾപ്പെടും. അമേരിക്കൻ കോൺഗ്രസിൽ ബജറ്റ് പാസാക്കാത്തതിനെ തുടർന്നാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഷട്ട്ഡൌണിലേക്ക് അമേരിക്ക നീങ്ങിയത്. ശബരിമല കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണം. ഒപ്പുശേഖരണം നടത്തും. വീടുകളിൽ കയറി വിശ്വാസികളെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തും PK കൃഷ്ണദാസ്. ശബരിമല കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണം. ഗൃഹസന്ദർശന പരിപാടിക്ക് BJP. ശബരിമല മകരവിളക്ക് തീർത്ഥാടനം പ്രാഥമിക ഒരുക്കങ്ങൾ പോലും നടത്തിയിട്ടില്ലെന്ന് PK കൃഷ്ണദാസ്. സർക്കാരും ദേവസ്വം ബോർഡും പൂർണ്ണമായി പിൻമാറിയ അവസ്ഥ. സ്വർണ്ണമോഷണത്തിൽ അല്ലാതെ താൽപര്യമില്ല എന്ന അവസ്ഥ. ശബരിമലയിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകണമെന്നും PK കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു. ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതുവരെ ഒരു യോഗവും നടന്നിട്ടില്ല. എല്ലാ വർഷവും യോഗങ്ങൾ നടക്കാറുണ്ടായിരുന്നു. ഒരു മന്ത്രിമാരും യോഗം വിളിച്ചതായി ആർക്കും അറിയില്ല. മുന്നൊരുക്കങ്ങളിൽ നിന്നും സർക്കാർ പിൻവാങ്ങിയ അവസ്ഥ അതിനെ യാദൃശ്ചികമായി കാണുന്നില്ല. നീക്കങ്ങൾ ആസൂത്രിതമാണ്. ഉദ്യോഗസ്ഥർ കൈമലർത്തുന്ന അവസ്ഥ. ശബരിമല തീർത്ഥാടകരെ അട്ടിമറിക്കുവാൻ ആസൂത്രിത ശ്രമം നടക്കുന്നു. പത്തനംതിട്ടയിൽ ജില്ലാ ആശുപത്രി പ്രവർത്തിക്കുന്നില്ല. പകരം സൌകര്യമൊരുക്കിയ കോന്നി മെഡിക്കൽ കോളേജിൽ ഒരു സംവിധാനവുമില്ല. ശബരിമലയിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് ഒപ്പുശേഖരണം നടത്തും. വീടുകളിൽ കയറി വിശ്വാസികളെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തും. കേരളത്തിൽ മാത്രമല്ല മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ക്യാമ്പയിൻ നടത്തുമെന്നും PK കൃഷ്ണദാസ് വ്യക്തമാക്കി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.